കേരള ഗവർണർക്ക് മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറാകുന്നു. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരളത്തിന്റെ പുതിയ ഗവർണർ. ബീഹാറിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നു. ഇപ്പോൾ നമുക്കൊപ്പം ഈ വാർത്ത, പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാറും തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്തും തത്സമയം ചേരുകയാണ്. വിജയകുമാർ, നമസ്കാരം. നമ്മുടെ ഈ ക്രിസ്മസ്, വെരി ക്രിസ്മസ് നേർന്നുകൊണ്ട് ആ വാർത്തയിലേക്ക് താങ്കൾ കടക്കാം. എസ് കെ, ക്രിസ്മസ് രാത്രിയിൽ ഒരു വലിയ പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാറ്റം. അദ്ദേഹം ബീഹാറിലേക്ക് പോകുന്നു. ബീഹാറിൽ നിന്നുള്ള ഗവർണർ കേരളത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ കേരളവും ബീഹാറും ഗവർണർമാരെ വെച്ചുമാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കൗതുകത്തിന് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു നിയമനമായി മാറുകയാണിത്. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ആർലേക്കർ ഇവിടേക്ക് വരുന്നു. ബീഹാറിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നു. നമുക്കറിയാം, 5 വർഷം പൂർത്തിയാക്കി കുറേ ദിവസങ്ങൾ കൂടി അദ്ദേഹം കേരളത്തിൽ തുടർന്ന ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മാറ്റമുണ്ടാകുന്നത്. സംഭവ ബഹുലമായിരുന്നു അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ 5 വർഷത്തെ ഗവർണർ കാലാവധി. രാജ്ഭവൻ അത്രത്തോളം വാർത്തകളിൽ നിറഞ്ഞ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ കേന്ദ്രമായി രാജ്ഭവൻ മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ 5 വർഷത്തിൽ, അതിൻ്റെ ഏതാണ്ട് ഒരു 3 വർഷവും കണ്ടത്. അത്യന്തം സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ രാജ്ഭവനും മുഖ്യമന്ത്രിയുടെ ഓഫീസും ക്യാബിനറ്റുമൊക്കെ പോകുന്നത് ഇതിനിടയിൽ നമ്മൾ പലതവണ കണ്ടു. തെരുവിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്ന ഒരു ഏറ്റുമുട്ടലിൻ്റെ വക്കോളം എത്തിയ ഗവർണറെ പല സ്ഥലത്ത് തടയുന്ന, ഗവർണർ തടയുന്ന സ്ഥലത്ത് ഇറങ്ങി നിന്ന് ആരാണ് എന്നെ തടയാൻ ധൈര്യമുള്ളവർ മുന്നോട്ട് വരുമെന്ന് പരസ്യമായി വെല്ലുവിളിക്കുന്ന തരത്തിൽ അങ്ങേയറ്റം സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കേരള ഗവർണറും മുഖ്യമന്ത്രിയുടെ ഓഫീസും സംസ്ഥാന സർക്കാരുമൊക്കെ കടന്നുപോയ മാസങ്ങളും ദിവസങ്ങളുമൊക്കെയാണ്. അതിനിടെയാണിത് കേരള ഗവർണർ മാറി എന്ന വിവരം വരുന്നത്. കേരള ഗവർണർക്ക് മാറ്റമുണ്ടാകും എന്ന്, കേരള ഗവർണറെ മാറ്റുമെന്ന് നേരത്തെ അറിയാമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ 5 വർഷ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാറ്റമുണ്ടാകും. ഒരു ടേമും കൂടി കേരളത്തിൽ അദ്ദേഹത്തിന് കൊടുക്കില്ല എന്ന് പൊതുവെ വിലയിരുത്തിയിരുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അദ്ദേഹം ഗവർണർ കാലാവധി കഴിഞ്ഞിട്ട് കേരളത്തിൽ തുടരുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് 1-2 വർഷം കൂടി ഇവിടെ അദ്ദേഹം തുടരുമോ എന്ന് ചില സംശയങ്ങൾ ചില കേന്ദ്രങ്ങൾ ഉന്നയിച്ചു. അതിനൊക്കെ ഇപ്പോൾ വ്യക്തത വരികയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ബീഹാറിലേക്ക് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് പുതിയ കേരള ഗവർണർ. അദ്ദേഹം ഉടൻ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യും. ഒരു ക്രിസ്മസ് രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ക്രിസ്മസ് ആഘോഷിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. രാജ്ഭവനിൽ വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അന്ന് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച ചീഫ് സെക്രട്ടറി മാത്രമാണ് പോയത്. ചീഫ് സെക്രട്ടറി മാത്രമേ പോയുള്ളൂ. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അവിടേക്ക് പോയിരുന്നില്ല. ഓണാഘോഷ പരിപാടിയിൽ ഗവർണറെ ക്ഷണിക്കാതിരുന്നത് വലിയ വിവാദമായിരുന്നു. പിന്നീട് ആ വിവാദം കെട്ടടങ്ങി മുഖ്യമന്ത്രിയും ഗവർണറും കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വഷളാകുന്നു. അങ്ങനെ മാറിയും മറിഞ്ഞും കേരള ഗവർണറും കേരള സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ മാറിയും മറിഞ്ഞും കിടക്കുകയായിരുന്നു. അതിനിടയിൽ പ്രതിപക്ഷം നിരന്തരമായി പറയുന്നുണ്ട്, ഇത് കേരള ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് ആണ്. കേരള സർക്കാർ എപ്പോഴൊക്കെ വെല്ലുവിളി നേരിടുന്നു ആ സമയത്തൊക്കെ രക്ഷകനായി ഗവർണർ എത്തും എന്ന് വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ വിമർശനമായി പ്രതിപക്ഷ നേതാവ് പലപ്പോഴും പറയുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാർ, BJPയും കേരള മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരള സർക്കാർ, ഇടതുമുന്നണി ഭരിക്കുന്ന കേരളവും കേന്ദ്ര സർക്കാർ, BJPയുടെ കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പാലമാണ് യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന രാഷ്ട്രീയ വിമർശനം UDF പ്രതിപക്ഷ നേതാവൊക്കെ നിരന്തരമായി ഉന്നയിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒന്നിലധികം രാഷ്ട്രീയ മുഖം രാജ്ഭവന് നൽകിക്കൊണ്ടായിരുന്നു ഈ 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ കാലാവധിയിൽ പലതവണ രാജ്ഭവൻ കടന്നുപോയത്. അങ്ങനെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റുമുട്ടലുകൾക്കൊക്കെ കളമൊരുങ്ങിയ, സാഹചര്യം ഒഴുങ്ങിയ അത്തരം കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട ഒരു 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി കുറച്ച് ദിവസം കൂടി തുടർന്ന ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ പുതിയ ദൗത്യവുമായി ബീഹാറിലേക്ക് പോകുന്നത്. ബീഹാർ ഗവർണർ ആർലേക്കർ കേരളത്തിലേക്ക് ഇപ്പോൾ വരികയും ചെയ്തു. അങ്ങനെ ഇനിയിപ്പോൾ ഈ ഗവർണർ മാറ്റമുണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്തൊക്കെയാണ് എന്നാണ് അറിയേണ്ടത്. എന്തായാലും ക്രിസ്മസ് തലേന്ന് വളരെ പ്രധാനപ്പെട്ട, അങ്ങേയറ്റം കൗതുകവും ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ വാർത്തയായി കൂടി കേരള ഗവർണറുടെ മാറ്റവും പുതിയ ഗവർണറുടെ നിയമനവും മാറുകയാണ്. താങ്ക് യു വിജയകുമാർ. ഇനി ആർ ശ്രീജിത്ത് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, താങ്കൾക്ക് മെറി ക്രിസ്മസ്. അതിനിടയ്ക്ക് ഒരു ക്രിസ്മസ് വിശേഷം കൂടി വന്നു അല്ലേ കൃഷ്ണ? ചോദിച്ചോളൂ കൃഷ്ണ. പറയാൻ പോകുന്നത് ശ്രീജിത്തെ, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു ക്രിസ്മസ് സന്ദേശം വന്നത്. അതിനുശേഷം ഇത്രയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാന മാറ്റം കൂടി വരുമ്പോൾ അതിലെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്? SKN ക്രിസ്റ്റീന, മെറി ക്രിസ്മസ്. ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും. ഈ ക്രിസ്മസ് തലേന്ന് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റം മാറുകയാണ്.
കേരള സർക്കാരുമായി നിരന്തരം കലഹത്തിലായിരുന്ന ഗവർണർ അടുത്ത കാലത്ത് വീണ്ടും കലഹത്തിന് മൂർച്ച കൂട്ടിയിരുന്നു. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് സർക്കാരുമായി തീർത്തും ഇടഞ്ഞത്. അങ്ങനെ ഗവർണറുടെ ക്രിസ്മസ് ആഘോഷ പരിപാടിയിലേക്ക് മന്ത്രിമാരും മുഖ്യമന്ത്രിയും പങ്കെടുക്കാതെ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയും ഉണ്ടായി. ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് അദ്ദേഹത്തിന് ബീഹാർ രാജ്ഭവനിലേക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരളത്തിന്റെ പുതിയ ഗവർണറായി നിയമിതനായിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്ന കാര്യം കണ്ടറിയണം. എന്നാൽ കേരളത്തിലെ രാജ്ഭവനിൽ ഇരുന്ന 5 വർഷവും 3 മാസവും വളരെ സംഭവബഹുലമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തിയ ആളാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ. കേവലം റബ്ബർ സ്റ്റാമ്പല്ല ഗവർണർ എന്ന കാര്യം ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാരിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയും തിരുത്താൻ വേണ്ടി ശക്തമായി ഇടപെടുകയും സർക്കാരിന്റെ ചില ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ വൈകിക്കുകയും പിന്നീട് അത് രാഷ്ട്രപതിയിലേക്ക് അയക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടുള്ള ശക്തമായ ഇടപെടൽ നടത്തിയ ആളാണ് രാജ്ഭവൻ ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ എപ്പോഴും വിവാദങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദുവായി നിലനിൽക്കുകയുമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് സർക്കാരുമായി കലഹത്തിലായത്. സർക്കാരിന്റെ ലിസ്റ്റ് അവഗണിച്ചുകൊണ്ട് ഡിജിറ്റൽ സർവകലാശാലയിലും ഒപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയിലും തനിക്ക് താല്പര്യമുള്ള 2 പേരെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ സർക്കാരുമായി പോരടിച്ച് മുന്നോട്ട് പോകുന്നു. കടികട പോലും വിട്ടുവീഴ്ച ചെയ്യാൻ പോരാട്ട മധ്യേ കടികട പോലും വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ രാജ്ഭവനിൽ ഇരുന്നുള്ള പോരാട്ടത്തിന് അദ്ദേഹത്തിന് ഗുണം കിട്ടി. അദ്ദേഹം 5 കൊല്ലം കഴിഞ്ഞാൽ സാധാരണ ഗവർണർമാരെ മാറ്റുന്ന പതിവുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ടൈം കൂടി രാജ്ഭവനിലേക്ക്. ഓക്കെ താങ്ക് യു ആർ.സി. എന്തായാലും കൃഷ്ണ, അത് ഒരു ക്രിസ്മസ് രാത്രി പുലരുന്നതിന് മുമ്പ് തന്നെ ആ തീരുമാനം വന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് ചേക്കേറുന്നു. എന്താണ് ഇതിന്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും കേരള ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വരുന്നു. അപ്പോൾ ഇനി പുതിയ ഗവർണർ വന്ന് കവടിയ രാജ്ഭവനിലേക്ക് കയറുമ്പോൾ പുതിയ എന്തെല്ലാം വിവാദം ഉണ്ടാകും നമുക്ക് കണ്ടറിയണം.